ഹലോ മുത്തശ്ശി. എടി, എന്താ അവിടുത്തെ അവസ്ഥ? എല്ലാവരും ചേച്ചിക്കെതിരാ മുത്തശ്ശി. അവളെ വിശ്വസിക്കരുതെന്ന് ഞാനൊരു1000 വട്ടം നിന്നോട് പറഞ്ഞതാ, നീ കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എടി, ഇനിയെങ്കിലും നീ സൂക്ഷിച്ചോ. ഇപ്പൊ എനിക്കറിയാം മുത്തശ്ശി, ഒരു വിഷപ്പാമ്പ എന്റെ കൂടെ ഉള്ളതെന്ന്. ഞാനേ അതിന്റെ പല്ല് പറിക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. കണിമംഗലം കുടുംബത്തിനെ അവളൊരു ശാപമാണെന്നും പറഞ്ഞ് അവിടുത്തെ പരമേശ്വരനും പത്മിനിയും ദേവന്റെ കാൽക്കൽ കൊണ്ടിടണം അവളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ പിന്നെ ഒരു നിമിഷം പോലും അവൾ ആറ്റുവാശ്ശേരിയിൽ ഉണ്ടാവില്ല. ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാം നാശത്തിനെ. ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് ഇനി തിരിച്ചറിയേണ്ടത് അച്ഛന്. എന്റെ ഇനിയുള്ള ശ്രമം അതിനാ. അധികമൊന്നും വൈകില്ല മുത്തശ്ശി. എന്റെ ജീവിതത്തിൽ എന്നെ വെല്ലുവിളിച്ചവരാരും അവരെ എല്ലാവരും ഇല്ലാതാക്കിയിട്ട് ഞാൻ അടങ്ങും. അവള് കരയും കാല് പിടിക്കുകയും ചെയ്യും. പക്ഷെ നിന്റെ മനസ്സ് അലിയരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം നടത്തിയെടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ രാധിക എനിക്കൊരു തടസ്സമേ അല്ല. രാധിക മാത്രല്ല, എനിക്ക് തടസ്സം നിൽക്കുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല മുത്തശ്ശി. മുത്തശ്ശി നോക്കിക്കോ. എടി, ഇപ്പഴാ നീ എന്റെ പേരക്കുട്ടിയായത്. ഇനി ഞാൻ ഇവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. എടി, ആ സമാധാനം പൂർണ്ണതയിൽ എത്തണമെങ്കിലേ അവള് ചത്തുപോയെന്ന വാർത്ത കൂടി എനിക്ക് കേൾക്കണം. അതവിടെ കിടന്നാലും ശരി, ആറ്റുവാശ്ശേരിയിലായാലും ശരി, തെരുവിലായാലും ശരി. ആ വാർത്ത മുത്തശ്ശിയെ ഞാൻ കേൾപ്പിക്കും. ചത്ത് തൊലട്ടെ. അല്ല, അവരാ ഇപ്പൊ എന്നെ വിളിച്ചത്. അവർക്ക് വീണ്ടും എന്തോ പ്രശ്നങ്ങള്. എന്നൊന്നും ഒന്ന് കാണാൻ പറ്റുമോന്ന് ചോദിച്ചു. അതിനെന്താ, അവർക്ക് മനസ്സിന് എന്തോ അസ്വസ്ഥത ഉള്ളതുകൊണ്ടല്ലേ. മോള് പോയി കണ്ടു, സമാധാനം കിട്ടട്ടെ അവർക്ക്. അല്ല, ക്ലാസ് അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. മോള് പെട്ടെന്ന് ചെല്ലേ. മനസ്സിന് ബലമില്ലാത്തവരാകുമ്പോൾ എന്തെങ്കിലും അബദ്ധമൊക്കെ കാണിച്ചു പോകും ചിലപ്പോ. ശരി മാഡം. മോളെ, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ ഇടപെട്ട് പരിഹരിക്കാന്ന് പറഞ്ഞേക്ക് കേട്ടോ. എന്താ ശ്യാമേത്? രാധിക പറഞ്ഞ കള്ളമല്ലേ? എനിക്കങ്ങനെ തോന്നിയത്. കള്ളമാണ്. ഇന്ന് എന്റെ മോള് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. വേറൊരാൾക്ക് വേണ്ടിയാണെന്ന് അവള് പറഞ്ഞില്ല. അവള് ചോദിച്ച സംശയങ്ങളൊക്കെ അവളെക്കുറിച്ചാ. അവളിപ്പോ കാണാൻ പോകുന്നത് അവളുടെ കൂട്ടുകാരിയൊന്നുമല്ല. പിന്നെ പെൺകുട്ടികള് അമ്മമാരുടെ മുമ്പിൽ ഒരുപാട് അഭിനയിക്കേണ്ടി വരുന്നത് അവര് സ്നേഹിക്കുന്ന പുരുഷനെ കാണാൻ പോകുമ്പോഴാ. എത്ര കള്ളം പറഞ്ഞാലും അവർക്ക് തൃപ്തിയാവില്ല. അപ്പോ എന്റെ മകളുടെ ആഗ്രഹം എന്തായാലും ഞാൻ തടസ്സം നിൽക്കില്ല. പക്ഷേ എനിക്കിപ്പോ തന്നെ അത് അറിഞ്ഞേ പറ്റൂ. നമ്മള് രാധികയുടെ പിന്നാലെ പോകുന്നു. രാധിക കാണുന്ന ആളെ നമ്മളും കാണുന്നു. സംശയരോഗിയായ അമ്മയായിട്ടല്ല, അവൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഭാരതി, ഇന്ന് മോളുടെ അമ്മയുടെ പിറന്നാളാ. ഓ, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മ ഈ ദിവസം ഓർക്കാറില്ലായിരുന്നു. ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോവുക പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തോ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നി. അമ്മ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. മോള് അമ്മയുടെ കൂടെ വീട്ടിലേക്കൊന്ന്. ഇത്തവണ വേണ്ട, അടുത്ത വർഷം ആവട്ടെ. ഈ സ്കൂളിന്റെ കാര്യം മാത്രല്ല, എനിക്ക് വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. അതെന്തു പണിയാ മോളെ? അമ്മ ഇത്രയും വലുതായിട്ട് ആഗ്രഹിച്ചിട്ട്
മോളുടെ അടുത്തേക്ക് വന്നതല്ലേ. സ്വന്തം അമ്മയ്ക്ക് ഈ ഒരു ചെറിയ സന്തോഷം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാ അത് സങ്കടമുള്ള കാര്യമല്ലേ. വേണ്ട സോണിയ, അവളെ നിർബന്ധിക്കണ്ട. ഇത്രയും കാലം ഉണ്ടാകാത്തത് 1 വർഷം കൂടി ഇല്ലെന്ന് ഞാൻ കരുതിക്കോളാം. തയ്യാറാക്കി വെച്ചിരിക്കുന്നതൊക്കെ കുഴികുത്തി മൂടിക്കോളാൻ അവരോട് പറ. എന്റെ മോളുടെ തീരുമാനങ്ങളെക്കാൾ വലുത് എനിക്കൊന്നുമില്ല. പിന്നെ എന്നെ കാണുമ്പോ പറയാറുണ്ടല്ലോ, എന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരമ്മയെ കാണുന്ന ഫീല് തോന്നാറില്ലെന്ന്. അതെന്റെ ഗതികേടിന്റെ സൂചനയല്ലേ. മോള് പൊയ്ക്കോ. അമ്മ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കില്ല. ഒന്നും മുടക്കണ്ട, നമുക്ക് പോവാം. പക്ഷെ എന്നെ പെട്ടെന്ന് വിട്ടാ മതി. മോള് പോന്നോളൂ. അമ്മയ്ക്ക് അടുത്ത വർഷത്തില് ഓർത്തു വെക്കാൻ ഇത് തന്നെ ധാരാളം. ഞാനും എന്റെ മോളും കൂടി ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ, അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറൊന്നുമില്ല.